ഞാൻ സൈലത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ അവരെനിക്ക് വെൽക്കം കിറ്റ് തന്നിരുന്നു. ആ വെൽക്കം കിറ്റിൽ എന്താ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ആ ബോക്സിൽ ഉണ്ടായിരുന്നത് സൈലത്തിൻ്റെ ടീഷർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സൈലത്തിലെ സ്റ്റഡി മെറ്റീരിയൽസും. ഇതാണ് സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്. ഇത് ഫണ്ടമെൻ്റൽസിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഞാൻ JEE ആയതുകൊണ്ടാണ് മാത്സ്, അല്ലെങ്കിൽ നീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബയോളജി ആയിരിക്കും. ഇത് നമ്മൾ +2 വരെ എന്താണോ പഠിച്ചിരുന്നത് അതൊക്കെ തന്നെ ഇതിൽ പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തരാം ചാപ്റ്റർ വൈസ് DPP ആണ്. ഇത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തന്നെ. ഫിസിക്സും കെമിസ്ട്രിയും ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ടു 3rd ചാപ്റ്റർ വരെ ഉണ്ടായിരുന്നു. ഇത് ചാപ്റ്റർ വൈസ് നോട്ടും പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും പിന്നെ കീ നോട്ട്സ് എഴുതാനുള്ള സ്പേസും അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് തന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരുന്നു. ഇത് JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അഡ്വാൻസിൻ്റെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് തരുന്ന പറഞ്ഞിട്ടുള്ളത്. ഇത് 2019 to 2024 വരെയുള്ള സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോൾവഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. ചാപ്റ്റർ വൈസ് മാത്രമല്ല ടോപ്പിക് വൈസും കൂടിയാണ്. ഇതേപോലെ തന്നെ ആയിരിക്കും നീറ്റിനും. പിന്നെ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബുക്കാണ്. പിന്നെ സൈലത്തിൻ്റെ ആപ്പിൽ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിലും ഉണ്ട്. പിന്നെ NCERT ക്രാക്കർ ഇനി തരാനുണ്ട്. പിന്നെ തന്നതാണ് സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. ഇതൊരു ചാപ്റ്ററിൻ്റെ സമ്മറി ആയിരിക്കും ഈ ബുക്കിൽ ഉണ്ടാവുക. ഒരു ചാപ്റ്റർ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഓരോ പേജിലും ഓരോ ചാപ്റ്റർ അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് +1ൻ്റെ ടോപ്പിക്സ് ഒരു ബുക്കിലും +2ൻ്റെ ടോപ്പിക്സ് വേറൊരു ബുക്കിലാണ് തന്നിട്ടുള്ളത്. ഇത് JEEക്കും കീമിനും ഭയങ്കര വർക്കാവുന്നൊരു ബുക്കാണ്. നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഈ ബുക്കിലത്തെ നോട്ട് വായിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ എനിക്ക് അവർ തന്നത്. അപ്പോൾ ബൈ.